applications to translational motion. Translational motion. ഇനി ഈ ട്രാൻസ്ലേഷൻ മോഷന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ രണ്ട് സിസ്റ്റമാണ് പഠിക്കാൻ പോകുന്നത്. 1D box, 1-dimensional box, and second one 3D box, 3-dimensional box. 1-dimensional box and 3-dimensional box. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് വൺ എടുക്കാം. പാർട്ടിക്കിൾ ഇൻ 1-dimensional box. Particle in 1-dimensional box. Particle in 1-dimensional box. എന്താ പാർട്ടിക്കിൾ ഇൻ 1-dimensional ബോക്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ബോക്സ്. കൺസിഡർ എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. Consider a particle in a box. അപ്പോൾ ഒരു ബോക്സ് എടുത്തു, അതിനുള്ളിലാണ് നമ്മൾ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നത്. The particle can move only along horizontal. അതായത് ആ പാർട്ടിക്കിളിനെ എങ്ങനെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ? ഹൊറിസോണ്ടൽ ആയിട്ട് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തല്ല? പോസിബിൾ അല്ല. അതുകൊണ്ടാണ് അതിന് ട്രാൻസ്ലേഷൻ മോഷൻ എക്സാമ്പിൾ പറയുന്നത്. അതായത് 1-dimension എന്ന് പറയാനുള്ള കാരണം അതാ. കാരണം ഒരു ഡിറക്ഷനിൽ മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ 1-dimensional ബോക്സ് എന്ന് പറയുന്നത്. The particle can move only in one direction, that is in horizontal direction. That cannot move in vertically. Vertically അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. The length of the box equal to A. The length of the box equal to A. ഈ ബോക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് A ആണ്. Then the mass of the particle is equal to M. Mass of the particle is equal to M. Mass of the particle is equal to M. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, the potential energy inside the box is 0. The potential energy inside the box equal to 0. Outside the box, potential energy is equal to infinity. അതായത് ഇപ്പോൾ ലെങ്ത് x ലെസ് ദാൻ 0 ആണെങ്കിലും ഈ x ഗ്രേറ്റർ ദാൻ a ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. 0 to a ഇതിൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് m ആണ്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിന് ഒരു ഡിറക്ഷനിൽ എക്സ് ആക്സിസിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിന് 1-dimensional ബോക്സിലെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. വെർട്ടിക്കലി ആയിട്ട് അതിന് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ആ ബോക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ? A ആണ് ബോക്സിന്റെ ലെങ്ത്. പൊട്ടൻഷ്യൽ എനർജി ഇൻസൈഡ് ദ ബോക്സ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഔട്ട്സൈഡ് ദ ബോക്സ് എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. ഇതുവരെ ക്ലിയർ ആയോ? ഇനി നമ്മള് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. വേവ് ഫംഗ്ഷനും അതിന്റെ ഐഗൺ വാല്യൂ അല്ലെങ്കിൽ എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. ദ ടൈം ഇൻഡിപെൻഡന്റ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് എന്താ? HSI ഈക്വൽ ടു ESI. ടൈം ഇൻഡിപെൻഡന്റ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. HSI ഇപ്പൊ എക്സ് ആക്സിസ് കൺസിഡർ ചെയ്യണോണ്ട് ഞാൻ ബ്രാക്കറ്റിൽ എക്സ് കൊടുത്തിരിക്കുന്നു കേട്ടോ. HSI ഈക്വൽ ടു ESI. ഇനി എന്താ H എന്ന് പറഞ്ഞ? H എന്ന് പറഞ്ഞ എന്താ? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൽ എന്തൊക്കെ ടേം ഉണ്ടാവും?
ഏതൊക്കെ ടേമുകൾ ഉണ്ട് ഹാമിൽട്ടോണിയനില്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെ ഫോമിൽ നമുക്കറിയാം എന്താ? മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ സ്ക്വയർ. ഒരെണ്ണം കൺസിഡർ ചെയ്താൽ മതി, കാരണം എലോങ് എക്സ് ആക്സിസ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഡെൽ സ്ക്വയർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ എനർജി വി psi of x equal to E psi of x. ഒന്നും ചെയ്തില്ല, ഹാമിൽട്ടോണിയൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എലോങ് എക്സ് ആക്സിസ് ആയതുകൊണ്ടാണ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ മാത്രം നമ്മൾ കൺസിഡർ ചെയ്തു. psi of x equal to E psi of x. ഇനി നമ്മൾ പറഞ്ഞത് എന്താ? പൊട്ടൻഷ്യൽ എനർജി ഇൻസൈഡ് ദ ബോക്സ് ഈക്വൽ ടു എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഇൻസൈഡ് ദ ബോക്സ് എന്താണ്? 0. അപ്പൊ v is equal to 0 എന്ന് കൊടുക്കാം. സിൻസ് potential energy inside the box equal to 0, since potential energy inside the box equal to 0, നമുക്ക് എങ്ങനെ കിട്ടും? മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ, അത് 0 ആയിപ്പോയി. psi of x equal to E psi of x. ഇനി നമുക്ക് ഈ ടേം മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m എന്ന് പറയുന്ന ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2me ബൈ h ക്രോസ് സ്ക്വയർ സൈ. നിങ്ങൾ ബ്രാക്കറ്റിൽ എക്സ് എന്ന് എഴുതിക്കോളൂ കേട്ടോ, ഞാൻ എഴുതുന്നില്ല. സൈഡ് ബ്രാക്കറ്റിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ, ഇത് 2m ഇവിടെ ഡിവൈഡ് ചെയ്യാൻ ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ, h ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ചെയ്യാം. മൈനസ് 2m ബൈ h ക്രോസ് സ്ക്വയർ ഈ സൈ. ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, അതായത് ഒന്ന് ഒരു എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റുക? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു 2me psi by h cross square is equal to 0. Equation number 1. Dou square psi by dou x square plus 2me by h cross square psi is equal to 0. നിങ്ങൾ ബ്രാക്കറ്റിൽ എക്സ് എഴുതണം കേട്ടോ, കാരണം എലോങ് എക്സ് ആക്സിസ് ആണ് എടുക്കുന്നത്, ഞാൻ എഴുതുന്നില്ല എന്നുള്ളൂ. ഇപ്പൊ ഇത് കിടക്കുന്ന ഒരു സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലാണ്. നമ്മൾ മാത്സിൽ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഡിഗ്രിക്കും മാത്സ് കോംപ്ലിമെന്ററി എടുത്തപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട, നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ എഴുതാ, ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. This is in the form of a second order differential equation. ഇങ്ങനെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാ? y ഡബിൾ ഡാഷ് പ്ലസ് പി വൈ ഡാഷ് പ്ലസ് ക്യൂ വൈ ഈക്വൽ ടു 0. ഇതാണ് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം. അതേപോലെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. y ഡാഷ് ആണ് ഇത്, ക്യൂ വൈ ഇവിടെ വന്നു, പി വൈ ഡാഷ് എന്ന് പറഞ്ഞ ടേം നമ്മുടെ ഇക്വേഷനിൽ വന്നിട്ടില്ല. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എപ്പോഴും മാത്സിൽ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓക്സിലറി ഇക്വേഷൻ ഉണ്ടാവും. അതിൽ നിന്നാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. അപ്പൊ എഴുതാ, the auxiliary equation for this is s square plus ps plus q is equal to 0. s square plus ps plus q is equal to 0.
അതായത് നമ്മളിപ്പോ ഇങ്ങനെ എഴുതണ പോലെ കാണിച്ചു തരാം. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ നിന്ന്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സിന്റെ വാല്യൂ കിട്ടും. അതേപോലെ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് എന്തിന്റെ വാല്യൂ കിട്ടും? എസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആക്കി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലാണ് ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ 1 കിടക്കുന്നത്. ഇനി ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത്, അതായത് എസ് സ്ക്വയർ പ്ലസ് പി എസ് പ്ലസ് ക്യൂ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എസ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏതാ? ദ റൂട്ട് S1 and S2 are given by the roots S1 and S2. എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എസിന് 2 വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസ് ആണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. The roots S1 and S2 are given by the roots S1 and S2 are given by y is equal to C1 e raised to S1x plus C2 e raised to S2x. ഈ നമ്മുടെ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? y ആണ് കിട്ടുക. ആ y എന്താണെന്ന് നമ്മൾ എഴുതിക്കുന്നത്. y is equal to C1 e raised to S1x plus C2 e raised to S2x. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ഇക്വേഷൻ, ഇപ്പൊ നമ്മൾ എഴുതിക്കുന്ന ഈ സംഭവം പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മുടെ ഇക്വേഷനിൽ ഞാൻ ഡെറിവേഷൻ ഉള്ളത് പറഞ്ഞു. ഇനി ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്താ? നമ്മുടെ ഒരു ഇക്വേഷൻ എഴുതി, അതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോലെയാണ് ഇരിക്കുന്നത്. അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പയറിംഗ് ദിസ് ഓക്സിലറി ഇക്വേഷൻ വിത്ത് ഇക്വേഷൻ നമ്പർ 1. കമ്പയറിംഗ് ദിസ് ഓക്സിലറി ഇക്വേഷൻ വിത്ത് ഇക്വേഷൻ നമ്പർ 1. നമ്മുടെ ഈ ഓക്സിലറി ഇക്വേഷൻ നമ്മുടെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്. ഓക്സിലറി ഇക്വേഷൻ ആദ്യത്തെ ടേം എസ് സ്ക്വയർ പ്ലസ്, പിന്നെ ഇവിടെ എഴുതിക്കുന്നത് എന്താ? പി എസ് എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ അവിടെയുള്ള ടേം ഏതാ? നമ്മുടെ അവിടെയുള്ള ടേം എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ്. 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ. 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ. സി ക്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നും നമ്മുടെ ഇക്വേഷനിൽ ഇല്ല. സൈ ഇല്ലാത്ത ഒറ്റ ടേം ഇക്വേഷൻ നമ്പർ 1 ഇല്ല. ഈക്വൽ ടു 0. നമ്മൾ എസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഈ എസിന്റെ വാല്യൂ കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഈ വൈയുടെ ഇക്വേഷനിൽ ഇത് കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിനി ശ്രദ്ധിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അത് സാധാരണ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലാണ് കിടക്കുന്നത്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി എന്താ ചെയ്യുന്നത്? ഈ ഓക്സിലറി ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ പൊസിഷനിൽ കിടക്കുന്ന എസ് സ്ക്വയർ പ്ലസ് പിയുടെ പൊസിഷനിൽ ഇവിടെ കിടക്കുന്ന പി എസിന്റെ പൊസിഷനിൽ ഇവിടെ കിടക്കുന്നത് എന്താ? 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു 0. ഇനി എസിന്റെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. എസ് സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ. ഇനി എസ് ഇസ് ഈക്വൽ ടു എന്താ? പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ. ഇനി ഞാൻ ഒരു കൺവേർഷൻ പറയാൻ പോവാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. നമുക്കറിയാം
ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താ? -1. മൈനസ്. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. സ്ക്വയർ റൂട്ട് ഓഫ് -1 അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ അതേപോലെ അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് -1. അപ്പൊ ഈ പൊസിഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? പ്ലസ് ഓർ മൈനസ് ഐ, ബാക്കിയുള്ളത് ഇതിൽ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ ഇടാം. 2me/h². അപ്പൊ എസിന്റെ വാല്യൂ എന്താ കിട്ടിയത് നമുക്ക്? പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് ഓഫ് 2me/h². ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി h² നമുക്ക് സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് എടുക്കാം അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാം? പ്ലസ് ഓർ മൈനസ് ഐ 2me⁻²/h². പ്ലസ് ഓർ മൈനസ് ഐ 2me⁻²/h². അപ്പൊ നമ്മള് എസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അവിടെ വരെയാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? y എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്സിലറി ഇക്വേഷനിൽ s എന്താണെന്നാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ശരിക്കുള്ള സൊല്യൂഷൻ y എന്താണെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ആ y ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? c1e⁻s1x പ്ലസ് c2e⁻s2x. y is equal to y-യുടെ റൂട്ട് c1e⁻s1x പ്ലസ് c2e⁻s2x. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? y is equal to c1 s1ഉം s2 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്കറിയാം എസിന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. എന്തൊക്കെയാ? പ്ലസ് ഓർ മൈനസ് ഐ 2me⁻²/1/2/h². അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? s1 എന്ന് പറയുന്നത് പോസിറ്റീവും s2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പൊ ആദ്യം പോസിറ്റീവ് എടുക്കാം. പോസിറ്റീവ് എടുക്കുമ്പോൾ എന്താ? ഐ 2me⁻²/1/2/h² പ്ലസ് അടുത്ത എന്താ? c2e⁻s2 എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് വാല്യൂ. മൈനസ് ഐ 2me⁻²/1/2/h². ഇക്വേഷൻ നമ്പർ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഇതിൽ എന്താ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്നത്? വേവ് ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പൊ അതിനെ മാറ്റി എഴുതാം. psi ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ മാറ്റി എഴുതാം. ഞാനിവിടെ മാറ്റുന്നുള്ളൂ, നിങ്ങൾ മാറ്റി വീണ്ടും ഇക്വേഷൻ എഴുതണേ. psi ഈക്വൽ ടു c1 ഇത് തന്നെ എഴുതാം. കാരണം y എന്ന് പറയുന്നത് നമ്മൾ എടുത്ത സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കിടക്കുന്നതാണ് y. നമ്മൾ ഇപ്പൊ സോൾവ് ചെയ്യുന്ന നമ്മുടെ കറസ്പോണ്ടിങ് ഇക്വേഷനിൽ വൈയുടെ പൊസിഷനിൽ എന്താ? psi എന്നാണ് കിടക്കണം. അപ്പൊ psi എന്ന് മാറ്റി എഴുതണം. മാറ്റി എഴുതി എല്ലാവരും? ഇനി ലെറ്റ് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. ലെറ്റ് 2me⁻²1/2x/h× equal to theta. (2me⁻²1/2x/h× equal to theta. അപ്പൊ നമുക്കത് ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 2 വി ഗെറ്റ് എങ്ങനെ കിട്ടും? psi ഈക്വൽ ടു c1e⁻²
ഐ കൊടുത്തു. ഇനി 2m raised to 1/2 x h ക്രോസിൽ എന്ത് കൊടുക്കണം? തീറ്റ. C1 e raised to I theta പ്ലസ് എന്താ C2 e raised to മൈനസ് ഐ, ഈ ടേമിന് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈസ് ഈക്വൽ ടു C1 e raised to I theta പ്ലസ് C2 e raised to മൈനസ് I theta. എന്താ e raised to I theta എന്ന് പറഞ്ഞ? e raised to I theta എന്ന് പറഞ്ഞ എന്താ? cos theta plus I sin theta. cos theta. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos theta plus I sin theta പ്ലസ് C2 e raised to minus I theta എന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ പ്ലസിന്റെ അവിടെ മൈനസ് കൊടുക്കാന്നേ ഉള്ളൂ. cos theta minus I sin theta. cos theta minus I sin theta. ഇത്രേ ചെയ്തുള്ളൂ. e raised to I theta e raised to minus I theta നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇനി ഈ കോൺസ്റ്റന്റ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ എങ്ങനെ വരാ? C1 cos theta പ്ലസ് I C1 sin theta പ്ലസ് C2 cos theta മൈനസ് I C2 sin theta. ഇനി നമുക്ക് കോസ് തീറ്റയുടെ ടേംസിന് പെയർ ചെയ്യാം. ഇവിടെ എന്താ? C1 cos theta പ്ലസ് C2 cos theta. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കോസ് തീറ്റ അതിൽ നിന്ന് പുറത്തെടുത്തിട്ട് എങ്ങനെ എഴുതാം? cos theta ഇൻറ്റു C1 പ്ലസ് C2. cos theta ഇൻറ്റു C1 പ്ലസ് C2 പ്ലസ് ഇനി ഈ രണ്ട് ടേം നോക്കിയേ. I sin theta എന്ന് പറയുന്നത് കോമൺ ആണല്ലേ. അപ്പൊ അത് ഔട്ട് സൈഡ് എടുക്കുക. I sin theta ബാക്കി എന്താ? C1 മൈനസ് C2. C1 മൈനസ് C2. ഇനി ലെറ്റ് C1 പ്ലസ് C2 ഈക്വൽ ടു A. ഒരു കോൺസ്റ്റന്റ് കൊടുക്കുകയാണ്. C1 പ്ലസ് C2 ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ A. C1 minus C2 is equal to B. C1 plus C2 is equal to A. C1 minus C2 is equal to B. അപ്പോൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. C1 plus C2 എന്ന് പറയുമ്പോൾ എന്ത് വരും? സൈസ് ഈക്വൽ ടു A cos theta പ്ലസ് C1 minus C2 എന്ന് പറയുമ്പോൾ C1 minus C2 into I കേട്ടോ. C1 minus C2 into Iക്കാണ് B കൊടുക്കണ്ടേ. അപ്പോൾ എന്ത് വരും? B sin theta which is equal to 0. 0 എന്ന് കൊടുക്കണ്ട. സൈസ് ഈക്വൽ ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടും കൊടുത്തു. C1 പ്ലസ് C2 A എന്ന് കൊടുത്തു. അപ്പൊ A cos theta പ്ലസ് I C1 മൈനസ് C2 B എന്ന് കൊടുത്തു. അപ്പൊ B sin theta. ഇതിനെ എഴുതാ ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3. A and B are constants. A and B are constant. ഇനി substitute theta in equation number 3. Substitute theta in equation number 3. Theta എന്താ? 2me raised to 1/2x by h cross. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? സൈസ് ഈക്വൽ ടു A cos തീറ്റയ്ക്ക് പകരം എന്ത് കൊടുത്തു? 2me raised to 1/2x by h cross. നമ്മൾ നേരത്തെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പ്ലസ് B sin തീറ്റയ്ക്ക് പകരം 2me raised to 1/2 by h cross
എക്സ്. ഇനി നമ്മൾ ഒരു പുതിയ കോൺസ്റ്റന്റ് കൊടുക്കാൻ പോവാണ്. ലെറ്റ് കെ is equal to let k is equal to 2me raised to 1/2 by h cross. 2me raised to 1/2 by h cross. Let k is equal to 2me raised to 1/2 by h cross. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു പൊസിഷൻ 2me raised to 1/2 by h cross, അതേപോലെ 2me raised to 1/2 by h cross, അവിടെ എന്ത് കൊടുക്കുക? k എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? psi is equal to a cos kx plus b sin kx. a cos kx plus b sin kx. Equation number 4. Equation number 4. ഇപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ എയുടെയും ബിയുടെ ഒക്കെ വാല്യൂ കിട്ടിയാലാണ് ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ സൈസ് ഈക്വൽ ടു നമ്മൾ ഇവിടം വരെ എത്തിച്ചു, പക്ഷെ എയും ബി ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെയും കൂടി വാല്യൂസ് കിട്ടിയാലാണ് ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ കോൺസ്റ്റന്റുകളുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. The complete solution for wave function, the complete solution for wave function for a particle in one-dimensional box, for a particle in 1D box is obtained by solving for A and B. Solving for A and B. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാലാണ് നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടുള്ളൂ.